വെൽക്കം ബാക്ക് ടു അറിയാം കോമേഴ്സ്. ആറാമത്തെ ചാപ്റ്ററിന് ശേഷം ഇന്ന് നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററായ ഡയറക്റ്റിങ്ങിൽ നിന്നുമുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ വീഡിയോ കണ്ട ശേഷം ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോയിലെ പാഠഭാഗങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾക്ക് സന്ദർശിക്കുക www.ariyamcommerce.in. ഡയറക്റ്റിംഗ് എന്ന ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: ഡയറക്റ്റിംഗ് മീനിങ്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി, ലീഡർഷിപ്പ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മീനിങ്. ഇതിൽ നിന്നും ഇന്നത്തെ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്സ്: ഡയറക്റ്റിംഗ് മീനിങ്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. അപ്പോൾ നമുക്ക് ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ വീഡിയോയിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡയറക്റ്റിംഗ് അഥവാ മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. In the context of management of an organization, directing refers to the process of instructing, guiding, counseling, motivating, and leading people in the organization to achieve its objectives. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവിടെയുള്ള ജീവനക്കാർക്ക് നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും അവരെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റ് പ്രവൃത്തിയാണ് മാർഗനിർദ്ദേശം. According to Ernest Dale, directing means telling people what to do and seeing that they do it to the best of their ability. ഏണസ്റ്റ് ഡെയിലിൻ്റെ അഭിപ്രായത്തിൽ സ്ഥാപനത്തിലെ തൊഴിലാളികളോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയും അവരത് അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നന്നായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനാണ് മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, മാർഗനിർദ്ദേശത്തിൻ്റെ വിവിധ ഘടകങ്ങൾ. എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ, മാർഗനിർദ്ദേശത്തിൻ്റെ വിവിധ ഘടകങ്ങളിൽ ഒന്നാമത്തേതാണ് സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം. സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് ദ സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദെയർ ടാസ്ക്. കീഴ്ജീവനക്കാരുടെ ജോലി നോക്കി നടത്തുക എന്നതാണ് മേൽനോട്ടം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ജോലി ചെയ്യുന്ന സമയത്ത് കീഴ്ജീവനക്കാരെ നേരിട്ട് നയിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് മേൽനോട്ടം. സെക്കൻഡ് എലമെന്റ് ഈസ് മോട്ടിവേഷൻ അഥവാ പ്രചോദനം. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് ദ എംപ്ലോയീസ് ടു പെർഫോം ദ ജോബ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. എന്നുവെച്ചാൽ ഏൽപ്പിച്ച ജോലികൾ വളരെ കാര്യക്ഷമതയോടും ഫലവത്തായും ചെയ്യുന്നതിന് തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രചോദനം. സ്കോട്ടിൻ്റെ അഭിപ്രായത്തിൽ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ജോലിക്കാരെ ഉത്സാഹത്തോടെയും താൽപ്പര്യത്തോടെയും പണിയെടുക്കുവാനായി പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രചോദനം. തേർഡ് എലമെന്റ് ഈസ് ലീഡർഷിപ്പ് അഥവാ നേതൃത്വം. ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. എന്നുവെച്ചാൽ നേതൃത്വം എന്നത് മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ സ്വമേധയാ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിന് പ്രാപ്തരാക്കാനുള്ള ഒരു നേതാവിൻ്റെ കഴിവാണ്. അതായത് ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും പണിയെടുക്കാൻ കീഴ്ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള കഴിവാണ് നേതൃത്വം. ഡയറക്ഷൻ്റെ ഏറ്റവും ഒടുവിലത്തെ എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. Communication is the process of exchange of ideas, views, facts, feelings, etc. between persons to create understanding. പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യക്തികൾ തമ്മിൽ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, വസ്തുതകൾ, വികാരങ്ങൾ മുതലായവയൊക്കെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് ആശയവിനിമയം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻസും പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം, സെക്കൻഡ് വൺ മോട്ടിവേഷൻ അഥവാ പ്രചോദനം, തേർഡ് വൺ ലീഡർഷിപ്പ് അഥവാ നേതൃത്വം, ആൻഡ് ഫോർത്ത് വൺ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ഇന്നത്തെ വീഡിയോയിൽ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ.
മാസ്ലോയുടെ ആവശ്യ ശ്രേണി പ്രചോദന സിദ്ധാന്തം. Maslow's need hierarchy theory of motivation. Abraham H. Maslow, a famous psychologist, has classified and arranged the human needs according to its importance. It includes 5 types of human needs. This arrangement of human needs is called hierarchy of needs. അതായത് പ്രശസ്ത അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ അബ്രഹാം മാസ്ലോ മനുഷ്യൻ്റെ ആവശ്യ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ പ്രചോദനത്തിന് ഒരു സിദ്ധാന്തം വികസിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന് 5 ആവശ്യങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കിനി നോക്കാം. ഇക്കാണുന്ന ചിത്രത്തിൽ എല്ലാ മനുഷ്യന്മാരുടെയും 5 തരത്തിലുള്ള ആവശ്യങ്ങളെ താഴെ നിന്നും മുകളിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. ഹയറാർക്കി ഓഫ് നീഡ്സിൽ ഒന്നാമത്തേതാണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരികമായ അടിസ്ഥാന ആവശ്യങ്ങൾ. ദീസ് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഇൻക്ലൂഡിംഗ് നീഡ് ഫോർ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, സ്ലീപ്പ്, എക്സെട്ര. എൻ ഓർഗനൈസേഷൻ ക്യാൻ സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ബൈ പ്രൊവൈഡിംഗ് ബേസിക് സാലറി. അതായത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഉറക്കം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സ്ഥാപനത്തിന് അവരുടെ തൊഴിലാളികൾക്ക് അടിസ്ഥാന ശമ്പളം നൽകുന്നതിലൂടെ ഈ ആവശ്യം സാധിച്ചു കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് നീഡ് ഈസ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, സംരക്ഷണം അഥവാ സുരക്ഷാ ആവശ്യങ്ങൾ. ദീസ് നീഡ്സ് ആർ ദ നീഡ് ഫോർ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം ഫ്രം ത്രെറ്റ്സ് ആൻഡ് ഫിയേഴ്സ്. An employer can satisfy these needs by offering job security, stability of income, pension plans, group insurance, etc. ഒരു വ്യക്തിയുടെ ശാരീരികവും വൈകാരികവുമായ പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷയും സംരക്ഷണവും നൽകുന്ന ആവശ്യങ്ങളാണിവ. തൊഴിൽ സുരക്ഷ, വരുമാന സ്ഥിരത, പെൻഷൻ, ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നിവയൊക്കെ നൽകി ഒരു സ്ഥാപനത്തിന് അവരുടെ ജോലിക്കാരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ്. മൂന്നാമത്തെ ആവശ്യങ്ങളാണ് സോഷ്യൽ, അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്നെസ് നീഡ്സ്, സാമൂഹിക ആവശ്യങ്ങൾ. Social needs refer to the need for love and affection, friendship, a sense of belongingness, acceptance by others, etc. Employees form informal groups to satisfy these needs. അതായത് സാമൂഹിക ആവശ്യങ്ങളിൽ സ്നേഹം, സൗഹൃദം, അടുപ്പം, മറ്റുള്ളവരുടെ അംഗീകാരം എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ജീവനക്കാർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി സ്ഥാപനത്തിൽ അനൗപചാരിക സംഘടനകൾ ഉണ്ടാക്കുന്നു. അടുത്ത തരം നീഡ്സ് ആണ് എസ്റ്റീം നീഡ്സ് അഥവാ ആത്മാഭിമാന ആവശ്യങ്ങൾ. എസ്റ്റീം നീഡ്സ് ആർ ദ നീഡ്സ് ഫോർ ഗെറ്റിംഗ് റെപ്യൂട്ടേഷൻ, സെൽഫ് കോൺഫിഡൻസ്, റെക്കഗ്നിഷൻ, സെൽഫ് റെസ്പെക്ട് ആൻഡ് റെസ്പെക്ട് ഫ്രം അതേഴ്സ്. The organization can satisfy these needs by recognizing and appreciating good performance, providing challenging jobs, promotion, participation in decision making, etc. അതായത് ആത്മാഭിമാന ആവശ്യങ്ങളിൽ ആത്മാഭിമാനം, സ്വയംഭരണ പദവി, അംഗീകാരം, ശ്രദ്ധ പിടിച്ചുപറ്റൽ, മറ്റുള്ളവർ ബഹുമാനിക്കുക എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരുടെ നല്ല പ്രകടനത്തെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക, അവർക്ക് പ്രൊമോഷൻ നൽകുക എന്നിവയൊക്കെ വഴി ഒരു സ്ഥാപനത്തിന് ഈ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനാവും. മാസ്ലോയുടെ നീഡ് ഹയറാർക്കിയിൽ ഏറ്റവും ഒടുവിലായി വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അഥവാ ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ. ഇൻ ദ നീഡ് ഹയറാർക്കി ദിസ് നീഡ് കംസ് ലാസ്റ്റ്. It involves the maximum possible degree of achievement. It is the need for growth and self-fulfillment. It is the desire to become what an individual can become. അതായത് ഏറ്റവും ഉന്നത തലത്തിലുള്ള ആവശ്യങ്ങളാണിത്. ഒരുവിന് എത്രത്തോളം ഉന്നത തലത്തിൽ എത്തിച്ചേരാനാകുമോ അവിടം വരെ എത്താനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ. എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സിൽ ഉൾപ്പെടുന്ന നീഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്കൻഡ് വൺ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, തേർഡ് വൺ സോഷ്യൽ അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്നെസ് നീഡ്സ്, ഫോർത്ത് വൺ എസ്റ്റീം നീഡ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇനി നമുക്ക് അസംഷൻസ് ഓഫ് മാസ്ലോസ് തിയറി, അതായത് എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തത്തിൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. First one, people's behavior is based on their needs. Satisfaction of such needs influences their behavior. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്നത് അയാളുടെ ആവശ്യ പൂർത്തീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത്തരം ആവശ്യങ്ങളുടെ സംതൃപ്തി അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ സഹായിക്കുന്നു. Second, people's needs are in hierarchical order, starting from basic needs to other higher level needs.
അതായത് ഒരു വ്യക്തിയുടെ ആവശ്യ പൂർത്തീകരണം എന്നത് ഒരു പ്രത്യേക ശൃംഖലയിൽ അധിഷ്ഠിതമാണ്. അത് അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഉയർന്ന തലത്തിലേക്ക് പോകുന്നു. തേർഡ് വൺ, എ ഫുള്ളി സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് എ പേഴ്സൺ. ഓൺലി നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് ക്യാൻ മോട്ടിവേറ്റ് ഹിം. അതായത് തൃപ്തീകരിക്കപ്പെട്ട ഒരു ആവശ്യത്തിന് ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കാനാകില്ല, പക്ഷേ അടുത്ത ഉയർന്ന തലത്തിലുള്ള ആവശ്യകത അവനെ പ്രേരിപ്പിക്കും. ആൻഡ് ഫോർത്ത് വൺ, എ പേഴ്സൺ മൂവ്സ് ടു ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ദ ഹയറാർക്കി ഓൺലി വെൻ ദ ലോവർ ലെവൽ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്. അതായത് താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ തൃപ്തികരമാകുമ്പോൾ മാത്രമേ ഒരാൾ ശ്രേണിയുടെ അടുത്ത ഉയർന്ന തലത്തിലേക്ക് നീങ്ങുകയുള്ളൂ. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.